എന്താണ് അവിടെ നിന്നുള്ള പുതിയ പ്രതികരണം? ശ്രീജ, ഈ കേസിൽ അതായത് ആന്റണി രാജുവിനൊപ്പം മറ്റൊരു പ്രതി കൂടി ഉണ്ടായിരുന്നു. അദ്ദേഹം നേരത്തെ കോടതിയിലെ ക്ലർക്കായിരുന്നു, അദ്ദേഹത്തിന്റെ ജൂനിയർ ക്ലർക്കായിരുന്നു. അദ്ദേഹത്തിന്റെ അഭിഭാഷകൻ എന്നോടൊപ്പം ചേരുന്നു, കോവളം അജിത് കുമാർ. ഏത് തരത്തിലാണ് ഈ വിധിയെ നോക്കിക്കാണുന്നത്? തികച്ചും നിരാശാജനകമായ വിധിയാണ്. ശരിക്കുള്ള എവിഡൻസ് അപ്രീഷിയേറ്റ് ചെയ്യാതെ ഡിഫൻസിന് അനുകൂലമായിട്ടുള്ള കാര്യങ്ങളും മൊത്തം ഡിസ്കാർഡ് ചെയ്തുകൊണ്ട് പ്രോസിക്യൂഷന് ഫെയർ ചെയ്യാനുള്ള ഒരു തരത്തിലുള്ള വിധിയാണ്. പ്രോസിക്യൂഷന് എതിരെയുള്ള പല എവിഡൻസുകളും ഡിഫൻസിന് അനുകൂലമായിട്ട് നമ്മൾ കൺസിഡർ ചെയ്ത് ആർഗ്യൂ ചെയ്ത മാറ്റേഴ്സ് എല്ലാം തന്നെ കൺസിഡർ ചെയ്യാതെ നീതിയുക്തമായ തീരുമാനം എടുക്കാതെ ഒരു വൺ സൈഡഡ് ആയിട്ടുള്ള ഒരു വിധിയാണ് ഉണ്ടായിട്ടുള്ളത്. അതിന്മേലെ നമ്മൾ അപ്പീൽ പ്രിപ്പയർ ചെയ്യുന്നുണ്ട്. അതല്ല, പ്രോസിക്യൂഷൻ മുമ്പോട്ട് വെച്ച ഒരു ആവശ്യം 3 വർഷം വരെ തടവ് കിട്ടാവുന്ന ശിക്ഷയെ ഈ കോടതിക്ക് വിധിക്കാൻ കഴിയും. അതുകൊണ്ട് 10 വർഷം മുതൽ ജീവപര്യന്തം വരെ തടവ് ശിക്ഷ ലഭിക്കാവുന്ന ഒരു വകുപ്പുകൾ ചുമത്തിയ കേസായത് തീർച്ചയായിട്ടും അങ്ങനെ ഒരു കേസായതിനാൽ ഇത് മേൽക്കോടതിയിലേക്ക് മാറ്റണമെന്നായിരുന്നു. പക്ഷേ അത് പരിഗണിക്കാതെയാണ് കോടതി ഇവിടെ തന്നെ വിധി പറഞ്ഞിരിക്കുന്നത്. അതിനോട് ഏത് തരത്തിലാണ് പ്രതി? അതിനോടുള്ള ഒരു പ്രതികരണം എന്ന് പറയുന്നത് ആ 409 കൂടെ ഇൻക്ലൂഡ് ചെയ്ത് ചാർജ് ആൾട്ടർ ചെയ്യണമെന്ന് കാണിച്ചുള്ള പെറ്റീഷൻ പ്രോസിക്യൂഷൻ ഇട്ട സമയത്ത് മെറ്റീരിയലായിട്ടുള്ള സംഗതികളൊന്നും ഇല്ലാത്തതുകൊണ്ട് ആ പെറ്റീഷൻ ഈ കോടതി ഡിസ്മിസ് ചെയ്തതാണ്. അതിന്മേലെ ഒരു ആദ്യം പ്രവർത്തനമാണ് ഹൈക്കോടതി സമീപിക്കുക. ഹൈക്കോടതി നിർദ്ദേശപ്രകാരമാണ് 409 കൂടെ ഇൻക്ലൂഡ് ചെയ്യാൻ തീരുമാനിച്ചത്. അപ്പോൾ ഇപ്സോ ഫാക്ടോ അത് ബേസ്ലെസ് ആണ് അലിഗേഷൻ എന്നുള്ളത് മനസ്സിലാക്കി ഒരു ഹൈക്കോടതിയുടെ ഡയറക്ഷൻ വന്നതനുസരിച്ച് മാത്രം 409 നിയർ പണിഷ് ചെയ്തതാണ്. ബേസിക്കലി 409 യാതൊരു തെളിവുകളില്ലായിരുന്നു. അപ്പോൾ തുടർ നീക്കങ്ങൾ എങ്ങനെയായിരിക്കും? തുടർ നീക്കങ്ങൾ വിത്തിൻ 30 ഡേയ്സ് ഞാൻ അപ്പീൽ പ്രിഫർ ചെയ്യും. എവിടെയാണ്? ജില്ലാ കോടതിയിലാണ് അപ്പീൽ. വിത്തിൻ 30 ഡേയ്സ്. അതുവരെ സെനറ്റ് സസ്പെൻഡ് പെറ്റീഷൻ കൊടുത്തിട്ടുണ്ട്. സെനറ്റ് സസ്പെൻഡ് ചെയ്തിട്ടുണ്ട്. മീൻവൈൽ ഐ വിൽ പ്രിഫർ ആൻ അപ്പീൽ. അതായത് ഹൈക്കോർട്ട് വിജിലൻസ് ഒരു ഡിവൈഎസ്പി റാങ്കിലുള്ള ഓഫീസറെ കൊണ്ട് അന്വേഷിച്ചപ്പോൾ ഒരു സീനിയർ അഭിഭാഷകയും തുടർന്ന് സെഷൻസ് കോടതിയിലെ തൊണ്ടി ക്ലർക്കായിട്ടുള്ള ഒരാളും വേറൊരു ക്ലർക്കും കൂടെ ചേർന്നാണ് ഈ മാൽ പ്രാക്ടീസ് നടത്തിയതെന്നും അവർക്കെതിരെ കേസെടുക്കണമെന്നുള്ള രീതിയിലുള്ള ഒരു റിപ്പോർട്ട് വന്നിരുന്നു. ആ റിപ്പോർട്ട് ശരിക്കും പ്രോസിക്യൂഷൻ തന്നെ അഫിഡവിറ്റിന്റെ രൂപത്തിൽ ഹൈക്കോടതി സമർപ്പിച്ചിരുന്നത് നമ്മൾ എവിഡൻസ് ആയിട്ട് കോടതി ഹാജരാക്കി. ദാറ്റ് വാസ് ആൾസോ ഡിസ്കാർഡഡ് ബൈ ദി കോർട്ട്. അപ്പോൾ അതിന് ആ അലിഗേഷൻ മേലെ അതിന്റെ ആ അന്വേഷണം ക്ലിയർ അല്ലെന്നോ സത്യസന്ധമല്ലെന്നോ ഒന്നും പരിഗണിക്കാതെയാണ് പുതിയൊരു ഫൈൻഡിംഗുമായിട്ട് കോടതി. ഇത് വൺ സൈഡഡ് ആണ് എന്ന് നിങ്ങൾ ആക്ഷേപിക്കുന്നതിന്റെ സബ്സ്റ്റാൻഷ്യലായി എന്തെങ്കിലും കാരണമുണ്ടോ? ഏകദേശം 100 പേജിലധികം വരുന്ന ആർഗ്യുമെന്റ് നോട്ടിൽ ഒരു തവണയെങ്കിലും ആർഗ്യുമെന്റ് വായിച്ചു കഴിഞ്ഞാൽ ആ ആർഗ്യുമെന്റ് നോട്ടിന്റെ അടിസ്ഥാനത്തിൽ ഒരു അക്യൂറ്റിനുള്ള കേസാണ്. കാരണം നമ്മൾ ആദ്യം വളരെ ടൈറ്റായിട്ട് തുടങ്ങിയ ഒരു കേസാണ് എക്സാമിനേഷൻ ടൈമിൽ. അതേസമയം പ്രോസിക്യൂഷൻ പ്രൊവൈഡ് ചെയ്ത വെപ്പൺസ് വെച്ചാണ് നമ്മളെ ഡിഫൻസ് ഷേപ്പ് ചെയ്തതും പ്രോസിക്യൂഷൻ ടാർണിഷ് ചെയ്യാൻ നമുക്ക് കഴിഞ്ഞത്. പക്ഷെ ആ കാര്യങ്ങളൊന്നും തന്നെ ബഹുമാനപ്പെട്ട കോടതി കൺസിഡർ ചെയ്തില്ല. അതാണ് നമ്മുടെ അലിഗേഷൻ. ആ കാര്യങ്ങളായിരിക്കും മേൽക്കോടതിയിൽ അജിറ്റേറ്റ് ചെയ്യാൻ പോകുന്ന കാര്യങ്ങൾ. തീർച്ചയായിട്ടും അത്തരത്തിലാണ്. കോവളം അജിത് കുമാറാണ് നമ്മളോട് പ്രതികരിച്ചത്. അദ്ദേഹം പറയുന്നത് ഒരു വശം മാത്രം പരിഗണിച്ചുകൊണ്ട് പ്രോസിക്യൂഷൻ പറഞ്ഞ കാര്യങ്ങൾ മാത്രം പരിഗണിച്ചുകൊണ്ടുണ്ടായ ഒരു വിധി, നിരാശാജനകമായ ഒരു വിധി, അതിനെതിരെ അപ്പീൽ നൽകുമെന്നാണ് അദ്ദേഹം ഇപ്പോൾ നമ്മളോട് പ്രതികരിച്ചിരിക്കുന്നത്. ശരി ഡാൻ. അരുൺ കൂടി തുടരുന്നുണ്ട്. അരുൺ, നിരാശാജനകമായ വിധി എന്ന് പറയുമ്പോഴും ഗൂഢാലോചന നടത്തിയെന്നതടക്കമുള്ള കുറ്റങ്ങളാണ് തെളിഞ്ഞിട്ടുള്ളത്. ആന്റണി രാജുവിന്റെ രാഷ്ട്രീയ ഭാവി ഈ ഒരു വിധിയോടെ എങ്ങനെയായിരിക്കും സ്വാധീനിക്കപ്പെടുക? അടുത്ത തെരഞ്ഞെടുപ്പിൽ കൂടി അദ്ദേഹത്തിന് മത്സരിക്കാൻ കഴിയില്ല എന്നതാണ് ജനപ്രാതിനിധ്യ നിയമം പറയുന്നത്. അപ്പോൾ ഇനി ആന്റണി രാജു എന്ന് പറയുന്ന രാഷ്ട്രീയ നേതാവിന്റെ ഭാവി എന്തായിരിക്കും? അല്പസമയം മുമ്പ് നെടുമങ്ങാട് കോടതിക്ക് സമീപത്ത് ഉണ്ടായിരുന്ന ആ സാഹചര്യത്തിന്റെ അന്തരീക്ഷത്തിന്റെ ദൃശ്യങ്ങളാണ് നമ്മളിപ്പോൾ കാണുന്നത്. വലിയ രീതിയിലുള്ള പ്രതിഷേധമാണ് ആന്റണി രാജുവിന് നേരെ അവിടെ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ നടത്തിയത്. അവിടെ സംഘടിച്ചെത്തിയ പ്രവർത്തകർ ഈ കൊടികളിൽ അടിവസ്ത്രം തൂക്കി അതുമായിട്ടായിരുന്നു അവിടെ പ്രതിഷേധം നടത്തിയത്. പോലീസ് നന്നേ പണിപ്പെട്ടു ഈ പ്രതിഷേധക്കാരെ അവിടെ നിന്ന് പിരിച്ചുവിടാൻ. അതിനിടയിലാണ് ഒരു പ്രവർത്തകന് പരിക്കേറ്റത്. ഡാൻ കുര്യൻ തുടരുന്നുണ്ട്. ഡാൻ, ഞാൻ നേരത്തെ അരുണിനോട് ചോദിച്ച ചോദ്യം, ആന്റണി രാജു എന്ന് പറയുന്ന തിരുവനന്തപുരത്തെ ഇടതുമുന്നണിയുടെ വളരെ പ്രധാനപ്പെട്ട മുഖങ്ങളിലൊന്നായി അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ ഭാവി അതുകൂടിയാണ് ഇന്നത്തെ വിധിയോടെ നിർണയിക്കപ്പെടുന്നത് എന്നതായിരുന്നു ഇതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രത്യേകത. ശ്രീജ, 6 വർഷത്തെ ഒരു ബ്രാക്കറ്റ് പീരീഡ് ആന്റണി രാജുവിന്റെ രാഷ്ട്രീയ ജീവിതത്തിൽ ഉണ്ടായിരിക്കുന്നുവെന്ന് വേണം പറയാൻ. കാരണം തൽക്കാലത്തേക്കെങ്കിലും ഇനിയൊരു
നിയമസഭാ സാമാജികരായി മത്സരിക്കാനോ അല്ലെങ്കിൽ നിയമസഭയിലേക്ക് അംഗമായി കടന്നു വരാനോ തൽക്കാലത്തേക്കെങ്കിലും വരുന്ന 6 വർഷത്തേക്ക് ജനപ്രാതിനിധ്യ നിയമം അനുസരിച്ച് ആന്റണി രാജുവിന് കഴിയില്ല. അത് രാഷ്ട്രീയമായി താൽക്കാലികമായി അദ്ദേഹത്തിനൊരു തിരിച്ചടിയാണ്. പക്ഷേ അതിനെ അതിജീവിച്ചുകൊണ്ട് അദ്ദേഹത്തിന് ഇനി കടന്നു വരാനുള്ള ഒരു രാഷ്ട്രീയ സാഹചര്യം നിലനിൽക്കുന്നുണ്ടോ എന്നതാണ് പ്രധാനപ്പെട്ട ചോദ്യം. അദ്ദേഹം CPM-ന്റെ ഭാഗമായിട്ടുള്ള ഒരു നേതാവല്ല. അദ്ദേഹം കേരള കോൺഗ്രസിൽ നിന്ന് മാറി ഇടതുപക്ഷത്തിന് ഒപ്പം ചേർന്ന് അങ്ങനെ സ്വതന്ത്രരായി നിൽക്കുകയും പിന്നീട് ഒരു പാർട്ടി രൂപീകരിക്കുകയും ഒക്കെ ചെയ്ത ഒരു നേതാവാണ്. അങ്ങനെ ഒരാൾക്ക് തിരികെ ഈ പ്രതിസന്ധികളെയും തിരിച്ചടികളെയും ഒക്കെ അതിജീവിച്ചുകൊണ്ട് 6 വർഷത്തിനകത്ത് വീണ്ടും കളന്നറിയാൻ എങ്ങനെ കഴിയുമെന്നൊരു പ്രധാനപ്പെട്ട ചോദ്യമുണ്ട്. ആ ചോദ്യത്തിനുള്ള ഉത്തരമായിരിക്കും ആന്റണി രാജു എന്ന രാഷ്ട്രീയക്കാരന്റെ രാഷ്ട്രീയ ജീവിതത്തിന് ഇനി എന്തെങ്കിലും തരത്തിലുള്ള പ്രസക്തിയുണ്ടോ എന്ന ചോദ്യത്തിനുള്ള ഉത്തരമായി മാറുക. ഒരുപക്ഷെ ഇതൊരു ഫുൾ സ്റ്റോപ്പ് ആയിരിക്കും. അതല്ല എങ്കിൽ ഒരു കോമ. അതിലേതാണ് സംഭവിച്ചിരിക്കുന്ന കാര്യത്തിൽ വരും ദിവസങ്ങളിൽ ഇതുമായി ബന്ധപ്പെട്ട മേൽക്കോടതികളിൽ നടക്കുന്ന വാദപ്രതിവാദങ്ങളിൽ മാത്രമേ കൃത്യമായ ഒരു ധാരണ ഉണ്ടാകുകയുള്ളൂ. എന്തായാലും തൽക്കാലത്തേക്കെങ്കിലും തലസ്ഥാനത്ത് ആന്റണി രാജു എന്ന രാഷ്ട്രീയ നേതാവിന് സജീവമായി ഒരു MLA എന്ന നിലയിൽ അദ്ദേഹത്തിന് പൊതുപരിപാടികളിൽ പങ്കെടുക്കുന്നതിനടക്കം വിലക്ക് സംഭവിച്ചിരിക്കുന്നു. അദ്ദേഹത്തിന് അത്തരം പരിപാടികളിലൊന്നും പങ്കെടുക്കാൻ കഴിയാത്തൊരു സാഹചര്യം, ഔദ്യോഗികമായി അദ്ദേഹത്തിന് MLA എന്ന സ്ഥാനം തന്നെ നഷ്ടമാകുന്ന സാഹചര്യം തലസ്ഥാനത്ത് നഗരസഭയുടെ ഭരണം BJPക്ക് പോയ തിരിച്ചടിയിലാണ് CPM. അതിനിടയിലാണ് തലസ്ഥാനത്തെ ഒരു പ്രധാനപ്പെട്ട മണ്ഡലത്തിലെ MLA തന്നെ അവർക്ക് നഷ്ടമാകുന്ന ഒരു സ്ഥിതി ഉണ്ടായിരിക്കുന്നത്. എന്തായാലും ഇനി അവിടെ ഒരു ഉപതെരഞ്ഞെടുപ്പൊന്നും നടക്കാനുള്ള സമയമില്ല. അതുകൊണ്ട് പൊതു തെരഞ്ഞെടുപ്പിനൊപ്പം മാത്രമേ തിരുവനന്തപുരം സെൻട്രൽ മണ്ഡലത്തിലും തെരഞ്ഞെടുപ്പ് നടക്കുകയുള്ളൂ. പക്ഷേ അത്രയും നാൾ അത് വലിയ തരത്തിലുള്ള ഒരു രാഷ്ട്രീയ പ്രചാരണ വിഷയമാക്കി ഇടതുപക്ഷത്തിനെതിരെ മണ്ഡലത്തിൽ ഉന്നയിക്കാൻ കൃത്യമായി കോൺഗ്രസിനും BJPക്കും ഒക്കെ കഴിയും. ഏത് വിധേനയും തിരുവനന്തപുരം സെൻട്രൽ മണ്ഡലം തിരിച്ചു പിടിക്കണമെന്ന ആഗ്രഹത്തിൽ നിൽക്കുന്ന കോൺഗ്രസിന് അപ്രതീക്ഷിതമായി വീട് കിട്ടിയിരിക്കുന്ന ഒരു വടിയായി മാറിയിരിക്കുകയാണ് ആന്റണി രാജുവിനെതിരായ നെടുമങ്ങാട് മജിസ്ട്രേറ്റ് കോടതിയുടെ വിധി. ശരി, ഡാൻപുരി നൽകിയത്. അതേസമയം രാഷ്ട്രീയ പ്രതികരണങ്ങൾ വന്നു തുടങ്ങിയിരിക്കുന്നു. തൊണ്ടി മുതൽ തിരിമറി കേസിൽ മുൻ മന്ത്രി MLA-യുമായ ആന്റണി രാജുവിന് 3 വർഷം തടവ് ശിക്ഷയാണ് വിധിച്ചത്. ഇതോടെയാണ് ആന്റണി രാജുവിന്റെ നിയമസഭാംഗത്വം റദ്ദായത്. MLA സ്ഥാനത്ത് തുടരാൻ ആന്റണി രാജു അയോഗ്യനെന്ന പ്രതിപക്ഷ നേതാവ് VD സതീശൻ. ആന്റണി രാജു കുറ്റക്കാരനാണെന്ന് അറിഞ്ഞിട്ടും പാർട്ടി മന്ത്രിയാക്കാൻ പാടില്ലായിരുന്നുവെന്നും സതീശൻ പറഞ്ഞു. ഇത് ഞങ്ങൾ നിയമസഭയിൽ ഞാൻ തന്നെ അദ്ദേഹം മന്ത്രിയായിരിക്കുമ്പോൾ ഗുരുതരമായ ആക്ഷേപം ഉന്നയിച്ചതാണ്. അദ്ദേഹത്തെ മന്ത്രിയാക്കാൻ പാടില്ലായിരുന്നു. ഇത് അറിഞ്ഞുകൊണ്ടാണ് പിണറായി വിജയൻ അദ്ദേഹത്തെ മന്ത്രിയാക്കിയത്. എന്തൊരു കുറ്റകൃത്യമാണ് അദ്ദേഹം ചെയ്തത്. ലഹരി മരുന്ന് അടിവസ്ത്രത്തിൽ ഒളിപ്പിച്ചു കൊണ്ടുവന്ന ഒരാളെ, ഒരു വിദേശിയായിട്ടുള്ള ആളെ രക്ഷിക്കുന്നതിന് വേണ്ടി തൊണ്ടി മുതൽ അവിടെ നിന്ന് വാങ്ങിച്ചെടുത്ത് ആ അടിവസ്ത്രം വെട്ടിച്ചുരുക്കി അയാൾക്ക് പാകമല്ലാത്ത രീതിയിലാക്കി കളവ് കൃത്രിമം കാണിച്ച ഒരാൾ ആണ് അദ്ദേഹം. ലഹരി മരുന്ന് കൊണ്ടുവന്ന ഒരാളെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് ശ്രമം നടത്തിയ ഒരാളാണ്. എന്നിട്ടാണ് ആ ആളെ ഇത് അറിഞ്ഞുകൊണ്ട് പിണറായി വിജയൻ മന്ത്രിസഭയിലാക്കിയത്. ഗുരുതരമായ തെറ്റാണ് എന്ന് നിയമസഭയിൽ ഞാൻ പ്രതിപക്ഷ നേതാവ് എന്നുള്ള നിലയിൽ തന്നെ അതിശക്തമായി അതിനെതിരായി നിലപാടെടുത്തതാണ്.